MP എന്ന നിലയിൽ തനിക്ക് കിട്ടിയ വരുമാനം, പെൻഷൻ എന്നിവയിൽ നിന്ന് ഒരു നയാ പൈസ പോലും കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. നേരത്തെ രാജ്യസഭ MP ആയിരുന്നപ്പോഴും ഇപ്പോൾ തൃശൂർ MP ആയപ്പോഴും പാർലമെന്റിൽ നിന്ന് കിട്ടിയ വരുമാനവും പെൻഷനും കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്നാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇക്കുറി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ കൂടിയായ അദ്ദേഹം വ്യക്തമാക്കുന്നത്. BJP ആലപ്പുഴ ജില്ലാ ഓഫീസ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഈ വേദിയിൽ വെച്ചാണ് അദ്ദേഹം ഈ തുറന്നു പറച്ചിൽ നടത്തിയത്. താൻ ഒരിക്കലും തൊഴിലിന് വന്ന ആളല്ലെന്നും ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാമെന്നും സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട്. എന്തിനാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും സുരേഷ് ഗോപി പ്രസംഗത്തിനിടെ വെളിപ്പെടുത്തുകയുണ്ടായി. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അവർക്കൊരു രാഷ്ട്രീയ പിൻബലം നൽകാൻ വേണ്ടി മാത്രമാണ് ഇതിലേക്ക് വന്നത്. മുൻപ് ഗുജറാത്തിൽ വെച്ച് നരേന്ദ്രമോദിയെ കണ്ടപ്പോഴും തന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായിരുന്നില്ല. എന്നാൽ എന്റെ അന്നം മുട്ടിക്കുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായതോടെയാണ് ഈ മേഖലയിലേക്ക് ഇറങ്ങിയതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒരിക്കലും രാഷ്ട്രീയം ഉണ്ടാകില്ലെന്ന് കരുതിയ ആളാണ് ഞാൻ. ഒരു പുസ്തകം എഴുതിയാൽ തീരാവുന്നതേയുള്ളൂ പല മഹാന്മാരെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. ജയസാധ്യതയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കണമെന്നും ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിജയം മാത്രമാണ് എല്ലാവരും നോക്കുകയെന്നും ശതമാന കണക്കുകളല്ലെന്നും സുരേഷ് ഗോപി എടുത്തു പറയുന്നുണ്ട്. ജയിക്കുമെന്ന് ഉറപ്പായുള്ളവരെ തിരഞ്ഞെടുപ്പിൽ നിർത്തിയാൽ 60% സീറ്റുകൾ വരെ നേടാമെന്നാണ് സുരേഷ് ഗോപി അഭിപ്രായപ്പെടുന്നത്. പുതിയ തീരുമാനങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം വെറുതെ പാഴായി പോകും. നമ്മൾ അടുത്ത സാധ്യതയാണെന്ന് ജനം പറയുമ്പോൾ അതിന്റെ വാലു പിടിച്ചു പറയാനുള്ള ആർജവം നമുക്കുണ്ടാകണമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. അതേസമയം ഇത്തവണ BJP സ്ഥാനാർത്ഥിയായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സുരേഷ് ഇടത് വലത് സ്ഥാനാർത്ഥികളെ ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടാണ് ജയം പിടിച്ചെടുത്തത്. CPI നേതാവായ VS സുനിൽകുമാറും കോൺഗ്രസിനു വേണ്ടി K മുരളീധരനും കളത്തിൽ ഇറങ്ങിയിട്ടും മണ്ഡലം BJP പിടിച്ചെടുക്കുകയായിരുന്നു. ഇതിനിടയിൽ BJPയിൽ മറ്റു പല കാര്യങ്ങളും അരങ്ങേറുകയാണ്. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇക്കുറി നേടിയ ചരിത്ര ജയത്തിന്റെ ചുവട് പിടിച്ച് കൂടുതൽ വിശാലമായ പ്രവർത്തനത്തിനാണ് BJP ഒരുങ്ങുന്നത്. ഇതിന്റെ ആദ്യപടിയായി സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനാണ് അവരുടെ തീരുമാനം. കേരളത്തിലെ 11 റവന്യൂ ജില്ലകളെ 30 സംഘടനാ ജില്ലകളായി വിഭജിച്ച് പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടാണ് പാർട്ടിയുടെ ഈ നീക്കം. പത്തനംതിട്ട, വയനാട്, കാസർഗോഡ് ജില്ലകൾ ഒഴിച്ചുള്ള ബാക്കി 11 ജില്ലകളെയാണ് വിവിധ സംഘടനാ ജില്ലകളായി വിഭജിക്കാൻ തീരുമാനിച്ചത്. BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെതാണ് ഈ തീരുമാനം. കൂടാതെ താരതമ്യേന വലിയ ജില്ലകളായ തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളെ 3 സംഘടനാ ജില്ലകളായാണ് വിഭജിച്ചിരിക്കുന്നത്. ശേഷിക്കുന്നവയെ 2ആയി വിഭജിച്ചിട്ടുണ്ട്. ജില്ലകൾക്ക് പുറമെ നിയമസഭാ മണ്ഡലങ്ങളും സമാനമായി വിഭജിച്ചിട്ടുണ്ട്. 140 നിയമസഭാ മണ്ഡലങ്ങളെയും 2ആയിട്ടാണ് വിഭജിച്ചത്. ഇതോടെ 280 സംഘടനാ മണ്ഡലങ്ങൾ എന്ന നിലയിലേക്ക് ഇതും മാറും. എന്നാൽ നിലവിൽ പദവികൾ വഹിക്കുന്ന ജില്ലാ സെക്രട്ടറിമാർ, മണ്ഡലം ഭാരവാഹികൾ എന്നിവർ മാറുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഏതായാലും കേരളം കൊണ്ടേ പോകൂ എന്ന വാശിയിലാണ് BJP.